എൻ്റെ മുഖ്യമന്ത്രി ഭരണത്തിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു ഡി പി കാരനാണ്. എൻ്റെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്കെന്ത് ഇവിടെ അഴിഞ്ഞാടിക്കൂടെ? അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഇന്ന് എനിക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട് പട്ടിണി. എനിക്ക് പാർട്ടി കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ആരും തരില്ല. ഞാൻ ഇന്നാണ് ഈ കൊട്ടമേലാണ് 12 മണി വരെ ജോലി ചെയ്യാവും ഇവിടെ ഏത് സ്ഥലത്തും. ജോയി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഉറപ്പിച്ച് പറയുകയാണ്. തോറ്റു. വികസനം ഇല്ലല്ലോ ഇവിടെ. അങ്ങനെ ഇവിടെ ജയിച്ചിട്ട് പോയിട്ടൊന്നും ചെയ്തില്ല. മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാറ്റം വരണ്ടേ? രാഷ്ട്രീയക്കാർ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിന് രാഷ്ട്രീയക്കാരുണ്ടെങ്കിലല്ലേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ പോകുന്നു? തെരഞ്ഞെടുപ്പ് കുഴപ്പമില്ല. സ്ഥാനാർത്ഥികളെല്ലാം സജീവമായിട്ട് നിൽക്കുകയാണ്. നല്ല സ്ഥാനാർത്ഥികൾ 3 പേരെ കുറിച്ച് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പറയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കും. ജോയി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഉറപ്പിച്ച് പറയുകയാണ്. ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവനെ ഉറപ്പാണ്. LDF എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ജയിപ്പിക്കും. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ നിലവിലെ MP ആയിട്ടുള്ള അടൂർ പ്രകാശ് കുറേ ലൈറ്റ് വെച്ചെന്നുള്ളതല്ലാതെ 5 മാസം ലൈറ്റ് വെച്ചെന്നുള്ളതല്ലാതെ കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. ഒന്നും നമ്മൾ ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടില്ല. അതുപോലെ മറുഭാഗത്തേക്ക് NDAയുടെ സ്ഥാനാർത്ഥി മുരളീധരനാണ്, കേന്ദ്രമന്ത്രിയാണ്. അയാൾ ജയിച്ചു കഴിഞ്ഞാലും നേട്ടം ഉണ്ടാകും. അയാൾ മന്ത്രിയായിരിക്കും. അയാൾ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പറയുന്നത് കോൺഗ്രസ് സാധ്യതയില്ലെന്നാണ്. സാധ്യത കുറവാണ്. അപ്പം ശരിക്കും ഒരു മത്സരം ഉണ്ടാകുന്ന ത്രികോണ മത്സരമല്ല. NDAയും CPM തമ്മിലുള്ള അത്രേ വരുള്ളൂ. ഇവർ രണ്ടുപേരും തന്നെ NDAയും CPM തന്നെയാണ്. നിലവിൽ ചേട്ടൻ ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ എത്ര വർഷമായിട്ട് ഓടുന്നുണ്ട്? ഇതിപ്പം 40 വർഷത്തോളമായി. ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളി അങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ ശല്യമുണ്ട്. അത് പറയാൻ പറ്റില്ല. പുറത്ത് പറഞ്ഞാൽ പോയി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടല്ലേ ഈ ചൂട് സമയത്ത്? എങ്ങനെയാണ്? നല്ല ചൂടാണ്. വെള്ളമൊക്കെ കുടിക്കും. വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിയെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ധനവില വർധനവ്. ഇന്ധനവില ഗ്യാസിലാണ് ഓടുന്നത്. ചെറിയ കുറ്റിയിലാണ് ഓടുന്നത്. പെട്രോളിലും ഡീസലും ഓടാനേ പറ്റില്ല. ഇവിടെ നിന്ന് ഓടി മുതലാക്കണത് ഈ 2006 ഏകദേശം എൻ്റെ വയസ്സുണ്ട്. എന്നാലും നമ്മൾ ഇപ്പോൾ തന്നെ 5000 രൂപ ഇന്ന് ഇൻഷുറൻസിന് വേണ്ടി കൊടുത്തേക്കാണ്. പൈസ അടച്ചില്ല. അതിന് പോയി വേണം പൈസ കൊടുത്ത് പേപ്പർ മേടിക്കാനുള്ളത്. അപ്പോൾ എല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടാക്കാനുള്ള. പഴയ വണ്ടി സാധാരണക്കാരനെ ഇപ്പോഴും പഴയ ഓരന് എഞ്ഞി കുമ്പിള്ളെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും അതേ തന്നെ തൽസ്ഥിതി തന്നെ ഇപ്പോഴും തുടരുകയാണ്. നമുക്കൊന്നും ഒരിതുമില്ല. ഇപ്പോൾ ക്ഷേമനിധിയുടെ പൈസ പോലും കൊടുക്കണില്ലെന്നാണ് പറയുന്നത്. നമ്മളും ക്ഷേമനിധി അടയ്ക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല, സമയത്ത് കിട്ടുന്നില്ല, ക്ഷേമനിധി അടയ്ക്കുന്നില്ല. ചേട്ടാ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇലക്ഷൻ ഇവിടെ നമ്മളെ തന്നെ നമ്മുടെ എന്തോ ഇപ്പം നമ്മളെ LDFന്റെ ജോയി തന്നെ. അതിൻ്റെ മാറ്റമൊന്നുമില്ല. ഒരു മാറ്റം. എന്തുകൊണ്ടാണ് ഉറപ്പിച്ച് ജോയി തന്നെ ജയിക്കുമെന്ന് പറയുന്നത്? നല്ലൊരു സഹാവല്ലേ, നല്ല വ്യക്തിയല്ലേ, ഇല്ല ഇങ്ങനെയൊക്കെ ഉള്ള നല്ല ഒരാളാണ്. അപ്പോൾ നമ്മുടെ സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശൊക്കെ തോറ്റു. എന്താ കാര്യം? വികസനം ഇല്ലല്ലോ ഇവിടെ. അങ്ങനെ ഇവിടെ ജയിച്ചിട്ട് പോയിട്ടൊന്നും ചെയ്തില്ല. പരാതി അറിയിച്ചാലോ? അങ്ങനെ അറിയിക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടി പോകും. ആൾക്കാർ ജീവിക്കാൻ നടക്കും. പിന്നെ ഇതിന് നടക്കും. നിലവിലൂടെ മത്സരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. ഒന്നും പറയാൻ പറ്റില്ല. BJPയുടെ സ്ഥാനാർത്ഥിയാണ്. എന്നാ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ LDFന്റെ വീണ്ടും ചെങ്കൊടി പാറിക്കുമെന്നാണ് പറയുന്നത്. പാറിക്കണമല്ലോ, പറിച്ചേ പറ്റും. അതുപോലെ ഇപ്പം ചൂടല്ലേ, ജോലി ചെയ്തിട്ട് അതിൻ്റെ കാര്യമാണ് വന്നിരുന്ന് കേൾക്കുമ്പോഴേ തളർന്ന് വന്നിരിക്കുന്നു. തളർന്നുപോയി. നിലവിൽ നമ്മുടെ ജോയി മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് ചേട്ടന് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പറയുന്നത് പ്രശ്നങ്ങളും കാര്യങ്ങളും? അല്ല, നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ആളല്ലേ പുള്ളി. അപ്പം നമുക്ക് എപ്പോഴും നേരിട്ട് പോയി കാണുമല്ലോ. എന്തുവേണം പറയാം. നമ്മളെപ്പോലെ ഒരു വ്യക്തിയാണ്, പാവമാണ്. സാധാരണക്കാരൻ എന്നുള്ള ഇമേജ് ഉണ്ടോ? അങ്ങനെ തന്നെയാണ്. അപ്പം വിജയപ്രതീക്ഷ ഉണ്ട്. 100% ഉറപ്പാണ്. LDF. രണ്ടാഴ്ചയായോ? അത് ചേട്ടാ ഒരു പ്രവാസിയല്ലേ? ഇനി നാട്ടില് സ്ഥിരതാമസമാക്കാനാണോ? അപ്പം നിലവിൽ പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് ഒരു തൊഴിൽ അന്വേഷിക്കുക, അതുപോലെ തന്നെ ലോൺ എടുക്കുക, അതിനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത്? ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാലും നമ്മളെ പോലെയുള്ള പ്രവാസികൾക്ക് ഒരു ഉപയോഗമില്ല. അവരവിടെ ജോലി ചെയ്യുക, തിരിച്ചു വരിക, ഇത്ര തന്നെ. ഇവിടെ വന്നിട്ട് കടവും വാങ്ങിച്ച് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോവുക.
സമ്പാദ്യമൊന്നുമില്ല. ഇപ്പം ഇവിടുത്തെ അനുസരിച്ച് ഇതേപോലത്തെ ശമ്പളം തന്നെ അവിടെയും കിട്ടുന്നു. ശമ്പളമൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമുള്ള ശമ്പളങ്ങളൊന്നുമില്ല, അതും കൃത്യമായിട്ട് കിട്ടത്തുമില്ല. അതൊക്കെയാണ് അതിലുള്ള വ്യത്യാസങ്ങൾ. ചേട്ടാ എത്ര കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട്? 36 കൊല്ലത്ത്. 36 വർഷത്തിന് മുമ്പത്തെ ആറ്റിങ്ങിലും അതിന് ശേഷമുള്ള ആറ്റിങ്ങിലും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായിട്ട് എന്താണ് ചേട്ടൻ തോന്നുന്നത്? വ്യത്യാസമായിട്ടൊന്നും വലുതായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. റോഡ് വികസനം ഉണ്ടായില്ലേ? റോഡ് വികസനം ഇവിടെ ഉണ്ടായി ഒന്നുമില്ല. ഇല്ല. ഇപ്പോൾ ബൈപ്പാസ് വരണമെന്ന് പറയുന്നത് അത് ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ലല്ലോ. ഇതൊക്കെ ഈ ചന്ദ്രോടൊക്കെ ഇതേപോലെ തന്നെ. ചന്ദ്രോട്ടിലൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇല്ല. ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാറ്റം വരണ്ടേ, രാഷ്ട്രീയക്കാർ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിന് രാഷ്ട്രീയക്കാരുണ്ടെങ്കിലല്ലേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഇവിടെ മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ. ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ട്, സിറ്റിംഗ് MP മത്സരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ MLA മത്സരിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ സാധ്യത മുൻതൂക്കം ആർക്കാണെന്നാണ് ചേട്ടൻ തോന്നുന്നത്? മുൻതൂക്കം ഇപ്പോൾ ഇതിപ്പോൾ ആർക്കും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. മൂന്ന് പേർക്ക് സാധ്യതയുണ്ട്. പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ചേട്ടൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുരളീധരൻ വരണമെന്നുള്ളതാണ്. ഒരു കേന്ദ്രമന്ത്രി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആറ്റിങ്ങലിന് ഒരു വികസനം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ സംഭവിച്ചാലും. അതുപോലെ തന്നെ BJPക്ക് അക്കൗണ്ട് തുറക്കാനും പറ്റും. BJPക്ക് അക്കൗണ്ട് തുറക്കാനും പറ്റും. മുരളീധരൻ വരുമ്പോഴത്തേക്ക് എന്തായാലും പുള്ളി തോറ്റാലും ജയിച്ചാലും രാജ്യസഭാ മെമ്പറായിട്ടെങ്കിലും പോയൊരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും. അപ്പോൾ ചിലപ്പോൾ ആറ്റിങ്ങലിന് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേസമയം ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യും. അതെ, ചിലപ്പോൾ കിട്ടിയാലോ അല്ലേ? ചിലപ്പോൾ കിട്ടിയാലോ. ആറ്റിങ്ങലെ സംബന്ധിച്ച് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണ്? വികസന കാര്യങ്ങളായിരുന്നാലും വികസന കോപ്പെല്ലാം ഒപ്പം തന്നെ, അതിന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് ഈ ജനങ്ങൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാർട്ടിയുടെ കൂടെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമുക്ക് അതിനെപ്പറ്റി നമ്മളതിൻ്റെ പുറകെ നടക്കുന്നില്ലല്ലോ. ആര് ജയിച്ചാലും ഒരുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ആര് ജയിച്ചാലും ഒരു മാറ്റവും വരില്ല. കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. അത്ര തന്നെ. നമുക്ക് ഒരു നാട്ടവും ഇല്ല. എൻ്റെ വീട് ഇവിടെ ഇടിഞ്ഞിടന്നിട്ട് ഒരു പാർട്ടിയില്ല, ഒന്നുമില്ല വെച്ച് തരാൻ പോലും. ചേട്ടാ MLA പഞ്ചായത്ത് മെമ്പറോ അതുപോലെ തന്നെ MP ബന്ധപ്പെട്ടായിരുന്നു? ഇല്ല. അടുത്തൊരു സഹായ കാര്യങ്ങളൊന്നും ചോദിച്ചു? ചോദിക്കാൻ അറിഞ്ഞിട്ട് പോലും അവർ നമ്മളിപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ല. അവരൊന്നും അതൊന്നും ചെയ്യില്ല. നമ്മളാരടുത്തും പുത്തുനിഞ്ഞ് പോയിട്ടില്ല. അത് അവരുടെ ഒരു കർത്തവ്യമല്ല, അവർ ചെയ്യേണ്ട അങ്ങനെയാണല്ലോ. അവർ വന്ന് തിരക്കെ പിടിക്കുക, പാവങ്ങളെ സഹായിക്കണ്ടേ? വയ്യാത്ത എൻ്റെ ഒരു അമ്മയുണ്ട്, അവർ വൃദ്ധസ്ഥാനത്തിലായിരുന്നു. അവർക്ക് ഇപ്പോൾ അവിടെ നിൽക്കാൻ വയ്യ, കാലും പഴുത്ത് നടക്കാൻ വയ്യ, BP വന്ന് ഒരു സൈഡ് തളർന്നതാണ്. ഇന്നും ഞാൻ കസേര എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി കാര്യങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് വരണത്. എന്നിട്ടാണ് ഞാൻ ആട്ടോ ഓടിക്കുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? വാർദ്ധക്യ പെൻഷൻ അമ്മയ്ക്കുണ്ട്. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അത് കിട്ടണമുണ്ട് പെൻഷൻ. ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ്, എല്ലാവർക്കും മുടക്കം തന്നെ. എന്നാലും ഇപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ ഒരു മാസത്തെ ഉണ്ടായിരുന്നു, ഇനിയും 2 മാസത്തെ കൊടുക്കുമെന്നൊക്കെ പറയണം ഇലക്ഷന് മുമ്പ്. അത് കിട്ടിയെന്നൊക്കെ പറയാം. കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒരു ശംഖും നക്ഷത്രവും ഉള്ള ഒരു 1 രൂപ തുട്ട് നമ്മൾ കറക്കിയിട്ടാൽ ഏതാണ് വീടെന്ന് പറയാൻ നോക്കൂ. വെള്ളത്തിൽ കിടക്കണ തവള തിന്നാ കുടിച്ചാന്ന് പറയാൻ പറ്റൂ? അതേ കണക്കാണ് ഇത് കേട്ടോ. എൻ്റെ വീട് ഇടിഞ്ഞപ്പോഴേ ഈ മറ്റേ നമ്മൾ ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസർ വന്ന് എല്ലാം നോക്കി ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി 5 ലക്ഷം രൂപ അനുവദിച്ചതാണ്. കളക്ടർ ഓഫീസിൽ നിന്ന് അനുവദിച്ചതാണ്. ഇല്ല, നമ്മൾ 4 പേർക്ക് കൂടി 8 സെൻറ് ഉണ്ട് കുടുംബ സ്ഥലം. ഈ 8 സെൻറ് 4 പേരെ വരാൻ, അല്ലാതെ എനിക്ക് ഒരുപടി മണ്ണ് വേറെ ഇല്ല. പിന്നെ ദൈവത്തിനെ ജനങ്ങളെ ഈ പാർട്ടിയൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു പറയാം. എന്നിട്ട് അതുപോലും കിട്ടിയില്ല. ആ 5 ലക്ഷം രൂപ അനുവദിച്ചത് ഒരു മാടമ്മയ്ക്ക്. അപ്പോൾ ചേട്ടൻ തവണ വോട്ട് ചെയ്തില്ലേ? വോട്ട് ചെയ്യില്ലെന്നല്ല, അത് അപ്പോഴും കണ്ടാണത്. അതാണ് എൻ്റെ ഒരു നമ്മൾ അന്ന് പച്ചരി മേടിക്കാൻ ഇറങ്ങ്, കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി. നമ്മളെ കഷ്ടപ്പാട് നമ്മളെ വീട്ടിൽ നിന്ന് അന്വേഷിച്ചാലേ അറിയാവൂ. കാരണം അതൊരു വല്ലാത്തൊരു ഇടപാടാണ്. മത്സരമായി പോയില്ലേ? കാര്യം 3 സ്ഥാനാർത്ഥികളും ഇവിടെ തന്നെ സ്ട്രോങ് എന്നല്ല, മൊത്തത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മുൻതൂക്കം അങ്ങനെ ആരെയും പറയാനൊക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി ആര് ജയിക്കുമെന്നുള്ളത്.
ആറ്റിങ്ങലെ സംബന്ധിച്ച് ഇനി എന്താണ് വേണ്ടത്? ആറ്റിങ്ങൽ എം പി എന്ന നിലയിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ഇല്ല, അവർ അടൂർ പ്രകാശമൊക്കെ വേണ്ടതൊക്കെ ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇടതുപക്ഷം നല്ല ശക്തിയാണ്, ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ലോക്സഭയിൽ ഉണ്ടാവുന്നത്. അല്ല, അപ്പോൾ കഴിഞ്ഞ തവണ ഇടത് സർക്കാർ വന്നു, പക്ഷേ ലോക്സഭയിൽ ആരായിരുന്നു? 20-19 UDF ഉണ്ട്. UDF ഉണ്ട്. അപ്പോൾ ഇത്തവണ എന്ത് ഇത്തവണ അങ്ങനെ UDF കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? തുറക്കും എന്നൊരു ചെറിയ തോന്നലുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിനാണ് ഇവിടെ ഹാൻഡ് മുൻതൂക്കം കൂടുതൽ. മറ്റു മണ്ഡലങ്ങളിൽ എന്ത് പറയുന്നു? മറ്റു മണ്ഡലങ്ങളിൽ എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ ആർക്ക് വോട്ട് കൊടുക്കും? ആർക്ക് വോട്ട് കൊടുക്കണം, അത് താങ്കൾ എന്ന് പറയും. ആർക്ക് കൊടുക്കണം? നമുക്ക് നിലവിൽ 3 പേര് ഇവിടെ മത്സരിക്കുന്നുണ്ട്. 3 മിടുക്കന്മാരായിട്ട് ആരാധന? ഞാൻ കൊടുക്കുന്ന ആക്കാന്നറിയാം, ഞാൻ ഡൽഹിയിൽ ആ രാജാവിന് വേണ്ടിയാ ചെയ്യും. മഹാരാജാവരാണ് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതെ. അപ്പം മോദിയുടെ ഗ്യാരണ്ടിയിൽ ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അത്ര അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. 2 പ്രാവശ്യം കൊണ്ട് 2 പ്രാവശ്യം ആയില്ലേ അയാൾ പ്രധാനമന്ത്രിയുടെ. അല്ലാതെ ഒരാളും പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലല്ലോ. ഇരുന്നിട്ടുണ്ടോ? തുടർച്ചയായിട്ട് 10 കൊല്ലം ഇരുന്നിട്ടില്ലേ? അല്ലാതെ ആരും ഇരുന്നിട്ടില്ലല്ലോ. ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം രാജാവാണ്. പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പം സമരങ്ങളും കാര്യങ്ങളൊക്കെ വരും, അത് വേറെ. അത് ഓരോന്ന്. എന്നാൽ ഇപ്പം തന്നെ ഈ കോൺഗ്രസ്സിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പോയിട്ട് ഇതൊരിക്കും ഈ നാട്ടിൽ വന്നില്ല. പിന്നെ വന്ന് ഇവിടെ ഉണ്ട് ഓരോ 4 ലൈറ്റ് ഇടുമല്ലേ? ഹൈമാസ്റ്റാണോ? ഹൈമാസ് ലൈറ്റാണോ? ഓ അതെ അതെ. അപ്പോഴും കണ്ട് ജയിച്ച് പോയതിന് ശേഷം കണ്ട്, പിന്നെ ജയിച്ചപ്പോൾ വന്ന് ഞാൻ ജയിച്ച് പാർലമെൻറ്റിലേക്ക് നിന്ന് ജയിച്ച് ആൾക്കാരെ കണ്ട് കൈയൊക്കെ കാണിച്ച് അങ്ങ് പോയി. പക്ഷേ വന്ന് ഇപ്പം തല പൊങ്ങി വന്നു. ഏത് സമയത്തും വിളിച്ച സ്ഥലത്ത് എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ മഹാരാജാവിനെ കൊടുക്കും. എന്നുവെച്ചാൽ കേന്ദ്രമന്ത്രി മുരളീധരൻ മത്സരിക്കുന്നുണ്ട് BJP. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിൽക്കണമെങ്കിൽ എൻ്റെ വോട്ട് ഈ മണ്ഡലത്തിൽ ആറ്റിങ്ങിൽ മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി മുരളീധരനാണ്. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും, ഉറപ്പിച്ച്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറും നല്ലതായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫാദറൊക്കെ ഭരിച്ച കാലഘട്ടങ്ങളല്ല ഇപ്പോഴൊക്കെ ഭയങ്കര അക്രമങ്ങളും. ചേട്ടൻ നിലവിലെ പിണറായി ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ചെയ്യുന്നത് നല്ല ഭരണം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അണികളൊക്കെ ശരിയുള്ള ആൾക്കാരല്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിന് ഒരു പരിമിതി ഇല്ലേ? പാർലമെൻറ്റിലിരുന്നാലും നിയമസഭയിലിരുന്നാലും അദ്ദേഹത്തിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിയെക്കുറിച്ച് അയാൾക്കൊന്നും പറയില്ല. അദ്ദേഹത്തിൻ്റെ അണികൾ റോട്ടിൽ ഈ കേരളം മൊത്തം ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അണികൾ വേലകളൊക്കെ കാണിച്ചിട്ട് ചെയ്ത് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് തല ഭ്രാന്തി പിടിക്കും. അദ്ദേഹം പറയും ശരിയാക്കാം, അതിനെ നമുക്ക് അന്വേഷിക്കുന്നു. അദ്ദേഹം അന്വേഷിക്കുന്ന പോലീസുകാർ അതിനെ കണക്ക് അത് പല സ്ഥലത്തു നിന്നും ഇതിൻ്റെ പ്രതിനിധിയിൽ വന്നുകൊണ്ട് പിടിക്കുന്നത്. നിലവിൽ ഒരു ആറ്റിങ്ങക്കാരെന്ന നിലയിൽ എന്താണ് ഒരു MP ഇവിടെ ആറ്റിങ്ങിൽ ചെയ്തു തരേണ്ടതായിട്ടുള്ളത്? ആറ്റിങ്ങ ചെയ്തു തരാനെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഈ നാട്ടിലൊരു വികസനങ്ങൾ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അതാവണം. അപ്പം നിലവിൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല, അതിനൊരു മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെ. അത് ഡിഫി ആയിരുന്നാലും ശരി തന്നെ, നമ്മളെ ഈ മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി തന്നെ, മുഖ്യമന്ത്രി നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്, നല്ല എല്ലാ കാര്യങ്ങളും. പക്ഷേ അദ്ദേഹത്തിനോട് ചെയ്യിക്കാൻ മറ്റുള്ള അണികളെ സമ്മതിക്കില്ല. അപ്പം ചേട്ടൻ കടുത്ത ഒരു മോദി ഭക്തനാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. രാജാവെന്നാണ് ചേട്ടൻ പറഞ്ഞത്. രാജാവ് എന്തുകൊണ്ടാണ് രാജാവെന്ന് പറഞ്ഞത്? രാജാവെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൊത്തം കീഴടക്കിയതുകൊണ്ടാണ്. അതെ പറയാൻ പറ്റൂ. കഴിഞ്ഞ തവണ 300 സീറ്റ് എന്ന് പറഞ്ഞു, ഇത്തവണ 400 പിടിക്കുമെന്നാണ് പറയുന്നത്. പിടിക്കണമെങ്കിൽ അവർ പിടിക്കണം. അത് അവരെ കഴിവാണ്. ഓരോ വാർഡിലും ഒക്കെ നിന്ന് അവരത് അറിയിക്കുന്നുണ്ടോ? അർഹത ഉണ്ടാവണം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഈ ഡിഫി പക്ഷേ മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. മുഖ്യമന്ത്രി നല്ലതാണ്, പക്ഷേ പ്രവർത്തകർ പോരാ. അതെ അവരും ആ സാറിൻ്റെ പറ്റും പറഞ്ഞ് ഇവിടെ കിടന്നു. എൻ്റെ മുഖ്യമന്ത്രി ഭരണത്തിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു ഡിഫിക്കാരനാണ്. എൻ്റെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുമ്പോൾ എനിക്കെന്ത്
ഇവിടെ അഴിഞ്ഞാടിക്കൂടെ? അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. ഇന്ന് എനിക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട് പട്ടിണി. എനിക്ക് പാർട്ടി കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ BJP ആരും തരില്ല. ഞാൻ ഇന്നാണ് ഈ കൊട്ടമേലാണ് 12 മണി വരെ ജോലി ചെയ്യാവും ഇവിടെ ഏത് സ്ഥലത്തും. അല്ല, നിലവിൽ പറഞ്ഞേക്കുന്ന 11 മണി തൊട്ട് 3 മണി വരെ പണിയെടുക്കലാണ്. പണി അപ്പോൾ അതറിയാം. ഇപ്പം നമ്മളൊരു 11 മണി വരെ ചെയ്ത് കഴിഞ്ഞാൽ ചൂട് ഇത്തിരി കൂടിക്കഴിഞ്ഞു. 11 മണിയാകുമ്പോൾ കൂടി, പിന്നെ 3 മണിക്ക് ഇറങ്ങുക. ഈ ബംഗാളിയൊക്കെ വന്ന് ജോലി ചെയ്യുന്നു. അവരൊക്കെ നല്ല മാടണക്ക് ജോലി ചെയ്യുന്നവരാണ്. അതാണ്. പക്ഷേ മുഖ്യമന്ത്രി സൂപ്പർ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ ഈ അണികൾ നോക്കാൻ വീട്ടിലും വേലയ്ക്കും പോവാതെ പല ഒരു ഊക്കം കതിർന്നെടുത്ത് ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിന്നിട്ട് അദ്ദേഹത്തിനെ വെള്ളം പിടിപ്പിക്കണം. നമ്മളെ മുഖ്യമന്ത്രി എന്ന് പറയാൻ വേണ്ടില്ലേ, അദ്ദേഹത്തിന് പരിമിതിയില്ലേ? അദ്ദേഹത്തിന് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഈ കേരളത്തിൽ പല സ്ഥലത്തും പോകണം അല്ലേ? പോണ്ടേ? അപ്പോൾ അദ്ദേഹത്തിന് സമയങ്ങളില്ല. അപ്പോൾ പ്രതിപക്ഷ ആൾക്കാർ പറയും, വണ്ടിയിൽ അങ്ങ് ഞകട്ടണ് അങ്ങ് പോണ് നിൽക്കുന്നില്ല. അതല്ല, അദ്ദേഹത്തിനൊക്കെ ഒരു പ്രതിനിധിയുണ്ട്, അത് ഒരു ടൈമുണ്ട്. ആ സമയത്ത് അവർക്ക് അവിടെ അതിൽ പങ്കെടുക്കും. ചേട്ടൻ പറയുന്ന കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കണമെന്നും അതുപോലെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വേണമെന്നാണോ? അത് ഞാൻ പറയും. അങ്ങനെ തന്നെ ഇനിയും ഇങ്ങനെ തന്നെ പോയാൽ മതി? അങ്ങനെയല്ല, പിന്നെ ഭരണങ്ങൾ മാറി വരണം. അപ്പം മോദി മാറണ്ടേ? മോദി മാറണം. പകരം ആരാണ്? അത് പകരാന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ബോധങ്ങളോ ഒന്നും ഇല്ലല്ലോ. അതിനുള്ള വിദ്യാഭ്യാസമോ അതൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഉണ്ട്, നമ്മുടെ വയനാട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി. രാജീവ് ഗാന്ധി അദ്ദേഹത്തെ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പിന്നെ ഒന്നുമില്ല. ഒരു സുപ്രഭാതത്തിലാണ് രാജീവ് ഗാന്ധി ഇന്ന ആരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എനിക്ക് കേന്ദ്രം എന്ന് അറിയണ്ട. ഈ നാട്ടിൽ, ഈ കേരള നാട്ടിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം ഓക്കെ ആയി വരണം. എന്തെന്നറിയാം, പക്ഷെ അദ്ദേഹത്തിന് അണികൾ അദ്ദേഹത്തിനെയും കാട്ടി ഭയങ്കര ഇതിൽ ഭയങ്കര ആട്ട് നടക്കുകയില്ല. അവരൊന്നും സമ്മതിക്കില്ല പാവത്തിന് ഈ നാട് ഭരിക്കാൻ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ പൊന്നു ഭായി, അവർക്കൊരു കമ്മിറ്റി വിടും. ഈ നേതാക്കന്മാർ തങ്ങളൊരു കമ്മിറ്റി വിടും. എന്നിട്ട് ആ സാറിനെയൊക്കെ എന്തൊക്കെ പറയണമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പാർട്ടി ചീട്ടുണ്ടെങ്കിൽ എനിക്ക് വേണം, എനിക്ക് പാർട്ടി ചീട്ടുമില്ല. എനിക്ക് പാർട്ടി ചീട്ടുണ്ടെങ്കിൽ ഞാൻ കയറി സത്യം നമ്മൾ 2 എണ്ണം അറിഞ്ഞുകൊണ്ട് ഞാൻ വേറെ ചോദിക്കും, സാറ് ഭരിച്ചാൽ എന്ത് കുഴപ്പമെന്ത്? നിങ്ങൾ ഭരിക്കാനുള്ള സമയം കൊടുക്കും സാറിന് അല്ലേ? അല്ല, 2 എണ്ണം വീശിയാലേ ആ ഒരു ധൈര്യം വരത്തുള്ളൂ. അല്ലെങ്കിലും വരും. നമ്മളിവിടെ കിടന്ന് ഇപ്പോൾ ഒരു ലോഡ് മണൽ ആ കൊട്ടം മേലത്തുനിന്ന് പോയി ഇട്ട് നമുക്കതിനുള്ള പൈസ കിട്ടി. പിന്നെ നമ്മൾ കൂലിപ്പണി ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും അറിയാം. ഈ ലോകത്ത് കഴിക്കാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മദ്യത്തിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വില കൂടി എൻ്റെ പോലീസ് പറഞ്ഞു, വേറെ ആരെയും ഈ ലോകത്തുള്ള ഒരു ആരെയും അറിയില്ല. എൻ്റെ പോലീസ് പറഞ്ഞു, ഞാൻ പണി കഴിഞ്ഞാൽ എപ്പോഴും ഇരുന്നാലും ഒരു 2.60 ജവ മേടിച്ചങ്ങ് അടിക്കും. സുഖം. ഒറ്റ വിയർപ്പ്, ഒറ്റ പോക്ക് പരിപാടികൾ കഴിഞ്ഞു. പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ ഇവിടെ ഭരിക്കണം. അദ്ദേഹം തന്നെയാണ്. സന്തോഷം.